സുപ്രഭാതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ശ്രീപദം വീടിൻ്റെ ഓണാഘോഷ പരിപാടികൾ. ഇന്ന് തീയതി 29-ാം തീയതി ശനിയാഴ്ച. ഇപ്പോൾ രാവിലെ സമയം 6:50 ഞാനും ലക്ഷ്യങ്ങൾ എണ്ണീറ്റിട്ട് ഈ കാർപോർട്ടിനോട് അവിടെ കുറേ ഷൂവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സൈഡാക്കി ചിലതൊക്കെ അകത്ത് വെച്ചു. പിന്നെ നമ്മൾ ഒന്ന് തൂത്തു, ഈ മോപ്പ് വെച്ചിട്ട് ഫുള്ള് റെഡിയാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പൂക്കളത്തിനുള്ള കളം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അങ്ങനെ തറയൊക്കെ ഏകദേശം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് മെയിൻ സെൻറ്റർ വരയ്ക്കാൻ തുടങ്ങി. നമ്മൾ ചോക്കില്ലാത്തതുകൊണ്ട് പാറ്റയൊക്കെ ഉപയോഗിക്കുന്ന ലക്ഷ്മണരേഖ ചോക്കിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പൂക്കളം. നമ്മളിത് ഗൂഗിളിൽ നിന്ന് എടുത്ത പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഒരു ഡിസൈൻ കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവസാനം പുതുതായിട്ട് തേപ്പൊട്ടി വാങ്ങിയായിരുന്നു. അപ്പോൾ തേപ്പൊട്ട കവറാണ് നമ്മൾ ഡയഗണൽ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കി ഡയഗണൽ വരച്ചിട്ട് നോക്കാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് പെറ്റൽസ് ഒരു ഡയഗണലായിട്ടുള്ള 4 പെറ്റൽസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയോടെ. മെയിൻ ആർക്കിടെക്ട് അക്ഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? അക്ഷയ്ക്കൊന്നും പറയില്ല. അതെ, മെയിൻ വിരുന്നുകാരൻ എത്തിയിട്ടുണ്ട്. 6 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ സമയം ഇപ്പോൾ 7:30 മുണ്ടൊക്കെ എടുത്ത് വന്നു. അവസാനം മുണ്ടൊക്കെ ഒരു ബെർമുഡ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വട്ടം ശരിയാകത്തുണ്ടേ നമ്മൾ അവസാനം ചോക്കിൽ നൂല് കെട്ടി. കറക്റ്റ് നീളക്കുറവാ. അല്ല അത് നോക്കണ്ട, വരച്ചോ, സർക്കിൾ വരച്ചോ. അങ്ങനെ നൂല് വെച്ചിട്ട് വലിയൊരു സർക്കിൾ വരയ്ക്കാൻ നോക്കട്ടു. എഞ്ചിനീയർ അങ്ങനെ നമ്മളൊരു വട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് 3? അപ്പൊ അത് റീസൈസ് ചെയ്യണ്ടേ? ഏകദേശം നമ്മുടെ ഡിസൈൻ ആയി. നമ്മളിപ്പം ഔട്ട് സൈഡിലൊരു സർക്കിൾ വരയ്ക്കുവാണ്. ഔട്ട് സൈഡിൽ ഡിസൈൻ നല്ല രസമുണ്ട് ഫോണിൽ കൂടെ കാണുമ്പോൾ അല്ലേ? ഐഫോണിൻ്റെ ആണ്. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ശ്രീയേട്ടാ? ബുദ്ധിമുട്ട്. നമ്മുടെ മെയിൻ സർക്കിളിനുള്ളിൽ തന്നെ 2 ചെറിയ സർക്കിളുകളുണ്ട്. പാളിപ്പാളി മതിയോ? കുഴപ്പമില്ല. ഇനി അകത്തൊരു കുഞ്ഞു സർക്കിളുണ്ട്. വരയ്ക്കൂ മിസ്റ്റർ ശ്രീരാജ്. ബുദ്ധിമുട്ടാ. പാത്രം കൊണ്ടുവരാം. പൂക്കളം ഏകദേശം ഫൈനൽ സ്റ്റേജ് ആവാറായി. വരച്ച് ഇനി അകത്തെ പെറ്റൽസ് മാത്രമേ. പക്ഷേ കളമാണ് ഉദ്ദേശിച്ചത്. പൂവിന് ഇടാൻ പോകുന്നല്ലേ ഉള്ളൂ. സൈമൾട്ടേനിയസ്ലി ആയിട്ട് വിഷ്ണു ഇവിടെ റോസാപ്പൂ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് വിശ്വാസം വെച്ചിട്ട് കണ്ടിന്യൂ മടി. ഈ 4 കവർ പൂവുണ്ടല്ലേ, ഇത് നമ്മൾ ഇന്നലെ രാത്രി ഇരുന്ന് പിച്ചതാട്ടോ. മഞ്ഞ കളർ പൂവുണ്ട്, ഓറഞ്ച് ഉണ്ട്, വയലറ്റ് കളർ വാടാമല്ലി ഉണ്ട്, പിന്നെ വെള്ള കളർ പൂവുണ്ട്. 5 പൂവുള്ളല്ലേ മൊത്തം. ഈ 5 പൂ വെച്ച് വേണം നമുക്ക് ഈ കളത്തിൽ ഫുൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മുടെ മഞ്ഞപ്പൂ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞപ്പൂ വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ തുടങ്ങി കേട്ടോ. ഇന്നർ സർക്കിളിൽ മഞ്ഞ ഇട്ട് തുടങ്ങി. ഇനി ബാക്കി കണ്ടിന്യൂ മാടാം. ഇന്നർ സർക്കിൾ കഴിഞ്ഞു കേട്ടോ. ഒരു വെള്ള, ഒരു മഞ്ഞ, ഒരു ഓറഞ്ച്, ചുവപ്പ്, അങ്ങനെ 4 ലെയറുള്ള ഒരു സർക്കിൾ കഴിഞ്ഞു. ഇനി സൈഡിലുള്ള പെറ്റൽ വരയ്ക്കാൻ പോണേ. അപ്പോൾ പെറ്റൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തേക്കെന്ന് വെച്ചാൽ ഒരു വെള്ള, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. നമ്മൾ ഡിസൈൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുറത്തെ പെറ്റലിന് 4 കളർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചോക്ക് ചെയ്തിട്ടുണ്ട്. V4 വെള്ള, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, അങ്ങനെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് അതിലൊക്കെ നിറയ്ക്കണം. അവിടെ അഭിരാമൻ ശ്രീരാജ് ഇവിടെ ഓറഞ്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞ ഇട്ട് ഇനി വയലറ്റ് ഇടാം. അടുത്ത് നമുക്ക് വാടാമുല്ലേക്ക് കൊണ്ടു വയലറ്റ്. അപ്പം ഇവിടെ V ഉണ്ട്. വിയിൽ വയലറ്റ് നിറയ്ക്കാം. ഏകദേശം ഇത്രയായി കേട്ടോ നമ്മുടെ പൂക്കളം. പിന്നെ അടുത്ത് നമുക്ക് വാടാമല്ലി ഇടാറുണ്ട്. ഞാൻ അറിയാണ്ടിട്ട് ഒരു വി എന്ന് പറഞ്ഞ വെള്ളയായിരുന്നു ആക്ച്വലി. ഞാൻ വയലറ്റ് ഉള്ള രീതിയിൽ വാടാമല്ലി കൊണ്ടിട്ടു. ഇവിടെ എന്നാ വാടാമല്ലി എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ നമുക്ക് വാടാമല്ലി നിറയ്ക്കണം. എന്റെ വെള്ളയുണ്ട്. ആണോ? രാജുകാരി എന്തെങ്കിലും പറയൂ. ഹാപ്പിയാണോ? പക്ഷെ ഇവിടെ പെറ്റൽസിനൊക്കെ ഡെഫിനിഷൻ വരുത്തിക്കൊണ്ടിരിക്കുക. ഡെഫിനിഷൻ കുറച്ച് മഞ്ഞ, അഭിരാമിച്ച് കുറച്ച് മഞ്ഞ ചോദിച്ചിരിക്കുകയാണ്. സെറ്റ് ഇതാണ് കേട്ടോ. നമ്മള് ഒരു ഏകദേശം കവറായിട്ടുണ്ട്. കഴിഞ്ഞു.
ഇവിടെ പൂക്കളം ഫുൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലെയർ കൂട്ടുക. നമ്മുടെ പൂക്കളം ഫുൾ സെറ്റായിട്ടോ. നമ്മൾ പൂക്കളം സെറ്റിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഇങ്ങനെ പൂ വെച്ചിട്ട് ശ്രീപദം എഴുതുന്നു. ശ്രീപ അപ്പോൾ ശുഭം. നന്ദി. വീണ്ടും വരിക.